ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാദമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ലെയറിനെ കുറിച്ച് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയാൻ നമുക്കറിയാം ഏറ്റവും താഴെയുള്ള അന്തരീക്ഷ പാളിയാണേത്? ട്രോപ്പോസ്ഫിയർ. ഏറ്റവും താഴെയുള്ള അന്തരീക്ഷ പാളി. ആൻസർ എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ബോട്ടം ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ആൻസർ എന്താണ്? ട്രോപ്പോസ്ഫിയർ. ബോട്ടം ലെയർ ഓഫ് ട്രോപ്പോസ്ഫിയർ ബോട്ടം ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ആൻസർ എന്താണ്? ട്രോപ്പോസ്ഫിയർ. അതുപോലെ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നടക്കുന്ന അന്തരീക്ഷ പാളി എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. വെതർ ചേഞ്ച് ഒക്കറിങ് ഇൻ ട്രോപ്പോസ്ഫിയർ. കേട്ടോ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു? ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന എന്താണ്? ട്രോപ്പോപാസ് ആണ്. ഇതല്ല, ട്രോപ്പോപാസ് സെപ്പറേറ്റ് ട്രോപ്പോസ്ഫിയർ ഫ്രം സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും ട്രോപ്പോസ്ഫിയറിനെ വേർതിരിക്കുന്ന എന്താണ്? ട്രോപ്പോപാസ് ആണ്. ഇതാണ് ട്രോപ്പോപാസ് ആണ്. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അതായത് ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടാണ് എന്തോ നിലകൊള്ളുന്നത്? സ്ട്രാറ്റോസ്ഫിയർ നിലകൊള്ളുന്നത്. സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ബോട്ടം ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ആൻസർ എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസോൺ പാളി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓസോൺ പാളി എവിടെ സ്ഥിതി ചെയ്യുന്നു? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ലെയർ സിറ്റുവേറ്റഡ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി നിലകൊള്ളുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ ഓസോൺ ദിനം എന്താണ്? ഓസോൺ ഡേ സെപ്റ്റംബർ 16. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് എയറോപ്ലെയിൻസ് മൂവിങ് സ്ട്രാറ്റോസ്ഫിയർ. ഇനി നമ്മൾ പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിനെ മീസോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്നതാണ്. ആ മീസോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്നതാണ്? ആ സ്ട്രാറ്റോപാസ് ആണ്. സ്ട്രാറ്റോപാസ് സെപ്പറേറ്റ് സ്ട്രാറ്റോസ്ഫിയർ ഫ്രം മീസോസ്ഫിയർ. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മീസോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീസോസ്ഫിയറിൽ അതായത് ഉൽക്കകൾ പതിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? മീസോസ്ഫിയർ ആണ്. അതുപോലെ മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നു എന്താണ്? മീസോപാസ്. ഏതാണ്? മീസോപാസ്. അതുപോലെ ഏറ്റവും മുകളിലുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ഏറ്റവും മുകളിലുള്ള അന്തരീക്ഷ പാളിയാണേത്? തെർമോസ്ഫിയർ ആണ്. അതുപോലെ ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി ഏതാണ്? ഹോട്ടസ്റ്റ് അറ്റ്മോസ്ഫിയറിക് ലെയർ. ആൻസർ എന്താണ്? അയണോസ്ഫിയർ. ഏതാണ്? അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയർ എവിടെ സ്ഥിതി ചെയ്യുന്നു? അയണോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. അയണോസ്ഫിയർ സിറ്റുവേറ്റഡ് അറ്റ് തെർമോസ്ഫിയർ. അതുപോലെ റേഡിയോ പ്രക്ഷേപണത്തിന് സഹായിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയർ ആണ്. ഇനി നമ്മൾ അതുപോലെ നമ്മൾ അന്തരീക്ഷ പാളിയെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 2024 ഒളിമ്പിക്സിന്റെ വേദിയാണെന്ന് അറിയാമോ? വെന്യൂ ഓഫ് 2024 ഒളിമ്പിക്സ് ഏതാണ്? പാരീസ് ആണ്. അതുപോലെ തന്നെ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഒളിമ്പിക്സിലെ
ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കറാണ്. ആരാണ്? മനു ഭാക്കറാണ്. മനു ഭാക്കർ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ who got the medal in ഷൂട്ടിംഗ് കേട്ടോ. അതായത് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഒളിമ്പിക്സിലെ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കറാണ്. മനു ഭാക്കറിന്റെ ജന്മദേശം എവിടെയാണ്? ബർത്ത് പ്ലേസ് ഓഫ് മനു ഭാക്കർ. ആൻസർ ഹരിയാന. എവിടെയാണ്? ഹരിയാനയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇപ്പൊ ഞാനിവിടെ വന്നത് പുതിയ കാര്യമുള്ള ദീപ് ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഇവർക്കും കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ.